ഉപേക്ഷിക്കാത്ത ഒരു നല്ല ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചപ്പോഴും, പ്രതിസന്ധികൾ അതിഘോരമായി നമ്മുടെ മേൽ ആഞ്ഞടിച്ചപ്പോഴും അവിടെ ഒന്നും തകർന്നു വീഴാതെ നമ്മെ പണിതെടുത്ത, നമ്മെ ഓരോ നിമിഷവും ബലപ്പെടുത്തിയ, നമ്മെ കരം പിടിച്ചു നടത്തിയ ഒരു സൃഷ്ടാവ് എനിക്കുണ്ട്, ഒരു കർത്താവ് എനിക്കുണ്ട്. അവനാണ് എൻ്റെ ബലം എന്ന് എത്ര പേര് പറയും? ഹല്ലേലൂയ. ആമേൻ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെൻ്റെ സങ്കേതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ, നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും പ്രതികൂലങ്ങൾ നമുക്ക് നേരെ ആഞ്ഞടിക്കുമ്പോൾ നാം ഒന്ന് പതറിപ്പോകാറുണ്ട്, നാം ഒന്ന് ഭയപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ കർത്താവ് നമ്മെ നോക്കി പറഞ്ഞൊരു വാക്കുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്. ആമേൻ. നാം ഏറെ സ്നേഹിച്ച വ്യക്തികൾ ചിലപ്പോൾ നമ്മളെ വിട്ട് മാറിയേക്കാം, ആരും കൂടെയില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ഹല്ലേലൂയ. പക്ഷേ അതിൻ്റെ നടുവിൽ നമ്മോട് കൂടെ നടക്കുന്ന, നമ്മെ കരങ്ങളിൽ വഹിക്കുന്ന ഒരു സർവശക്തനായ ദൈവം നമുക്കുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഞാൻ ഇന്നിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഏറെ സന്തോഷമുണ്ടെന്ന് പറയാം. ഞാൻ എപ്പോൾ ഈ തിരുവനന്തപുരം ഭാഗത്തേക്ക് കയറി വരുമ്പോഴും ആറ്റിങ്ങളോടടുത്ത് കല്ലമ്പലം എത്തുമ്പോൾ എൻ്റെ ഹൃദയം ഒന്ന് പിടയ്ക്കും. കാരണം അവിടെ വെച്ച് ഞാനൊന്ന് തകർക്കപ്പെട്ടതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആ പ്രതികൂല സാഹചര്യത്തിൽ ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. ഹല്ലേലൂയ. ഒരുപാട് നന്ദി ഞാൻ നേരിട്ട് നിങ്ങളോട് പറയുകയാണ്. ആമേൻ, ആമേൻ. ഈ തിരുവനന്തപുരം പട്ടണത്തെ എൻ്റെ ജീവിതത്തിലേക്ക് മറക്കാൻ പറ്റുകയില്ല. കാരണം ഡോക്ടേഴ്സ് പറഞ്ഞു, ഇനി ഇദ്ദേഹത്തിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട, ഞങ്ങൾ ഇദ്ദേഹത്തെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയാണ്, ജീവൻ തിരിച്ചു കിട്ടുമെന്ന് ഒരു സാധ്യതകളും ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് ഈ തിരുവനന്തപുരം പട്ടണത്തിലെ നിരവധി സഭകൾ ഞങ്ങൾക്ക് വേണ്ടി ഉപവാസം പ്രഖ്യാപിച്ച് സഭയിൽ ഒരുമിച്ച് കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവസന്നിധിയിൽ നിടുവിൽ നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നു നിന്ന് എൻ്റെ കർത്താവ് തലമുറയായി നമ്മുടെ സങ്കേതവും കോട്ടയമാണെന്ന് വിളിച്ചു പറയുവാൻ എന്നെ ബലപ്പെടുത്തുന്നത്. ആമേൻ, ആമേൻ. ഞങ്ങളുടെ വണ്ടി ഒരു ട്രാവലറുമായി ഫേസ് ടു ഫേസ് നേരെ ഇടിച്ച് ഒരു കഷണം പോലും കിട്ടാതെ തകർന്ന് തരിപ്പണമായി കിടക്കും. എൻ്റെ ഈ വലത് കാല് ഈ തുടയിലെൻ്റെ ഭാഗത്ത് രണ്ടായിട്ട് ഒടിഞ്ഞ് പിരിഞ്ഞ് സീറ്റിനടിയിൽ ഇങ്ങനെ കുരുങ്ങി കിടക്കുമ്പോൾ ശരീരം മുഴുവൻ കീറിപ്പറഞ്ഞ് രക്തം കൊണ്ട് കുളിച്ചിങ്ങനെ കിടക്കുന്ന സമയത്ത് ആരും പുറത്തേക്ക് എടുക്കാൻ പോലും കഴിയാതെ മുഴുവൻ വണ്ടിയും ലോക്കായി കിടക്കുമ്പോൾ വെട്ടിപ്പൊളിച്ച് ഞങ്ങളെ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരൊക്കെയോ എൻ്റെ കാലെ പിടിച്ചിങ്ങനെ വലിച്ചു. ഞാനപ്പോൾ അവരോട് പറഞ്ഞു, എന്നെ വലിക്കല്ലേ, എൻ്റെ കാല് ഇതിനകത്ത് ഇങ്ങനെ കുരുങ്ങി കിടക്കുക. പക്ഷെ അവരതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവർക്ക് എങ്ങനെയെങ്കിലും എന്നെ പുറത്തെടുത്താൽ മതി. ഞാനവിടെ നിന്ന് എൻ്റെ യേശുവേ എന്ന് വിളിക്കുന്ന സമയത്ത് അതിൻ്റെ നടുവിലേക്ക് ഒരു മനുഷ്യൻ കയറി വന്നു. നല്ല ഉയരവും നല്ല വണ്ണവും ഒക്കെയുള്ള ഒരു വെള്ള ഷർട്ടും മുണ്ടൊക്കെ ധരിച്ച് ആ മനുഷ്യൻ ആ കാറിൻ്റെ ചുറ്റും കൂടി നിന്ന വ്യക്തികൾ രണ്ട് സൈഡിൽ മാറി നിൽക്കടാന്ന് പറഞ്ഞ് തള്ളി മാറ്റിയിട്ട് ആ കാറിനകത്ത് കൈയിട്ടിട്ട് പറഞ്ഞു, മോനെ നീ എൻ്റെ തോളയിലേക്ക് കൈയിട്ടോ, ഞാൻ നിന്നെ എടുത്തോളാം. ആ രാത്രിയിൽ അർദ്ധരാത്രി 2:30 മണിയായി. ആ സമയത്ത് ആ മനുഷ്യൻ എന്നെ രണ്ട് കൈകളിൽ കോരിയെടുത്ത് പുറത്തേക്ക് തിരിഞ്ഞപ്പോൾ ആരൊക്കെ വിളിച്ചു പറഞ്ഞു, ആ കടയുടെ തിണ്ണയിലേക്ക് കൊണ്ടേ കിടത്തിക്കോ. ഞാൻ ആ മനുഷ്യനെ നോക്കുമ്പോൾ അദ്ദേഹം എന്നെ നോക്കി പറഞ്ഞൊരു വാക്കുണ്ട്, നീ പേടിക്കണ്ട, ആംബുലൻസ് വരാതെ നിന്നെ തറയിൽ വെക്കത്തില്ല. ഒരു വാക്യം എൻ്റെ ഉള്ളിലേക്ക് കയറി വന്നു, ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ വഹിക്കുന്ന ദൈവമാണ്, ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ വഹിക്കുന്ന ദൈവമാണ്. ഈ രാത്രിയിൽ എത്ര പേർ വിശ്വാസത്തോടെ പറയും, നാം തകർന്നു കഴിഞ്ഞാൽ തകരുന്നത് കണ്ട് നോക്കി നിൽക്കുന്നൊരു ദൈവമല്ല, പകരം സ്വർഗ മഹിമകളെ വെടിഞ്ഞിറങ്ങി വന്ന് നമ്മെ ഉള്ളം കരത്തിൽ വഹിക്കുന്ന ഒരു സർവശക്തൻ എനിക്കുണ്ട്. തോറ്റെന്ന് കരുതിയ സാഹചര്യം, ഇനി മുമ്പോട്ട് പോകില്ലെന്ന് പറഞ്ഞ വാക്കുകൾ, ഞങ്ങൾ പോവുകയാണ്, ഇനി അവരെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കരുതെന്ന് എൻ്റെ കുടുംബത്തെ നോക്കി വിളിച്ചു പറഞ്ഞ വാക്കുകൾ, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലും
മരണത്തോട് മല്ലടിക്കുമ്പോഴും ഞങ്ങളെ ബലപ്പെടുത്തിയ, ഞങ്ങളെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു വരികളായിരുന്നു ഇതൊക്കെ. ആമേൻ. എനിക്കത് പാടുമ്പോൾ ഭയങ്കര സന്തോഷം. എന്നോട് ചേർന്നൊന്ന് പാടാമോ വരികൾ? ആമേൻ. ഇങ്ങനെയാണ്: മരണ ഭയമെല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ, മരണ ഭയമെല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. പറയാമോ ഇങ്ങനെ? മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതനാ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതനാം യാഹേ. അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയായി. പാടാമോ? യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ. ഒരിക്കൽ കൂടെ പാടുന്നു: യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരി. കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന്, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ, ഇസ്രായേലിൻ കാവൽക്കാരൻ. ചേർന്ന് പാടാമോ? നിദ്രാഭാരം തൂങ്ങുന്നില്ല, ഇസ്രായേലിൻ കാവൽക്കാരൻ, നിദ്രാഭാരം തൂങ്ങുന്നില്ല. യഹോവയൻ പാലകൻ താൻ, ഇല്ലെനിക്ക് ഖേദമൊട്ടും. യഹോവയൻ പാലകൻ താൻ, ഇല്ലെനിക്ക്. അക്കാരങ്ങളൊന്ന് ഉയർത്തി പാടാമോ? ആമേൻ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയരുളും വൻകിരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയരുളും വൻകിരിയിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ. പാടിയേ. ചേർന്നിടും ഞാൻ സ്വർഗദേശേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ചേർന്നിടും ഞാൻ സ്വർഗദേശേ. ഹല്ലേലൂയ പാടി സർവ കാലവും ഞാൻ വാണിടുവാൻ. ഹല്ലേലൂയ പാടി സർവ കാലവും ഞാൻ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ചേർന്നിടും ഞാൻ സ്വർഗദേശേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ചേർന്നിടും ഞാൻ സ്വർഗദേശേ. ഹല്ലേലൂയ പാടി സർവ കാലവും ഞാൻ വാണിടുവാൻ.
കരങ്ങളെ ഒന്ന് തട്ടി, എല്ലാ കരങ്ങളും ഒന്ന് തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ശക്തിയോടെ ശക്തിയോടെ ഉയർന്നു നിൽക്കുന്ന സകല ശത്രുവിന്റെ വെല്ലുവിളികളും ഈ രാത്രിയിൽ പൊട്ടിമാറട്ടെ. ഒരു വലിയ ദൈവശക്തി അവൻ നമ്മുടെ മേൽ പകരുകയാണ്. ഒരു വലിയ ദൈവകൃപ അവൻ നമ്മുടെ മേൽ പകരുകയാണ്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി. ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പുണ്ടെന്ന് പറയുമ്പോൾ ഒരു നിമിഷം നിങ്ങൾ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കിയാൽ കൈയൊന്നും കൊടുത്തേ പറഞ്ഞേ, എനിക്ക് എൻ്റെ യേശുവിനെ അധികമായി വേണം. പറഞ്ഞേ, എനിക്ക് എൻ്റെ യേശുവിനെ അധികമായി വേണം. മറ്റെന്തിനേക്കാളും ഉപരിയായി എനിക്ക് എൻ്റെ യേശുവിനെ അധികമായി വേണം. എത്ര പേർ വിശ്വസിക്കുന്നു ഈ രാത്രിയിൽ അത്ഭുത രോഗ സൗഖ്യങ്ങൾ ഇതിനകത്ത് വെളിപ്പെടാൻ പോവുകയാണ്? അത്ഭുത വിടുതലുകൾ യേശു നമുക്ക് മധ്യ അയക്കാൻ പോവുകയാണ്. എന്നാൽ അവനെ പോലെ വേറൊരു ദൈവമില്ല. മാസങ്ങൾ എടുക്കും ഇതുപോലെ നിന്ന് യേശുവിനെ പാടാനെന്ന് വൈദ്യശാസ്ത്രം എന്നെ നോക്കി പറഞ്ഞത്. വർഷങ്ങളെടുക്കും. ഏകദേശം 3 വർഷം കഴിയാതെ നിങ്ങൾക്ക് നോർമലി പാടാൻ പറ്റില്ലെന്നാണ് കിംസ് ഹോസ്പിറ്റലിലെ സർജൻ എന്നെ നോക്കി പറഞ്ഞത്. പക്ഷെ 3-ാമത്തെ മാസം എൻ്റെ യേശുവിനെ പാടി ആരാധിച്ചുകൊണ്ട്, എൻ്റെ കർത്താവിനെ ഉയർത്തിക്കൊണ്ട് പുറത്തിറങ്ങുവാൻ സ്വർഗം ബലപ്പെടുത്തിയെങ്കിൽ ഈ രാത്രി ഞാൻ ഉറപ്പോടെ പറയട്ടെ, ലോകം നിങ്ങളെ നോക്കി എന്ത് വിധി എഴുതിയാലും അതിനെ നോക്കി പറ, ഞാനിത് വിശ്വസിക്കുന്നില്ല. പകരം എന്നെ നോക്കി ഒരു വാക്ക് പറഞ്ഞവരുണ്ട്, ഞാൻ ഒരു നാൾ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, അന്ത്യം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന്. ആ യേശുവിനെ എനിക്ക് അധികമായി വേണമെന്ന് ഉറപ്പുള്ളവർ ആ കരങ്ങളെ തട്ടി ശക്തിയോടെ എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ, ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാം യേശു. എല്ലാവരും പാടാമോ? എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ, ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാം യേശു. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശ് മതി എനിക്ക്. യേശു മതി, ഹിതം മതി, നിത്യജീവൻ മതി. ഉറപ്പോടെ യേശു മതി, ആ സ്നേഹം മതി, ക്രൂശ് മതി എനിക്ക്. യേശു മതി, ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. കാക്കയെ അയച്ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും യേശു മതിയായവൻ. കാക്കയെ അയച്ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, ക്രൂശ് മതി എനിക്ക്. യേശു മതി, ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. അധികാരത്തോടെ യേശു മതി, ആ സ്നേഹം മതി, ക്രൂശ് മതി എനിക്ക്. യേശു മതി, ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കിത്തരും, ശാന്തമായുറങ്ങുവാൻ കൃപ തന്നിടും യേശു മതിയായ. എല്ലാവരും പാടുവാ വരികൾ. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കിത്തരും,
ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷ തരും, നല്ല സ്വഭാവികളായി തീർത്തിടും യേശു മതിയായവൻ. വിശ്വസിച്ചേ. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷ തരും, നല്ല സ്വഭാവികളായി തീർത്തിടും യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, ഹിതം മതി, നിത്യജീവൻ മതി. യേശുവേ, യേശു മതി, ആ സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. വിശ്വസിച്ചേ. എല്ലാവരും ഒന്ന് പാടിക്കേ. എനിക്കത് യേശുവിനെ അധികമായി വേണമെന്ന ജീവൻ മതി എനിക്ക്. ഹല്ലേലൂയ, ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ, ഞാൻ പാടിടും യേശുവിനെ. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും സർവശക്തൻ. ഓ നീങ്ങിപ്പോയ എന്റെ ഭാരങ്ങൾ, മാറിപ്പോയ എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയ എന്റെ ഭാരങ്ങൾ, മാറിപ്പോയ എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ പാടിടും സർവശക്തനായവനെ. അധികാരത്തോടെ ഹല്ലേലൂയ, ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. സർവശക്തനെ ഞങ്ങൾ ആരാധിക്കുന്നു, സർവശക്തനായവനെ. ഓ ഹല്ലേലൂയ, ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ പാടിടും സർവശക്തനായവനെ. ശക്തിയോടെ ശക്തിയോടെ ഈ രാത്രി ബലത്തോടെ അവനെ ഉയർത്തുമോ? ഈ ദേശത്തിന്റെ മധ്യേ യേശുവിന്റെ നാമം ഉയരട്ടെ, എന്റെ കർത്താവിന്റെ നാമം ഉയരട്ടെ. വെല്ലുവിളികൾ തകരട്ടെ, ദുഷ്ടശക്തികൾ തകരട്ടെ, ദുഷ്ടനുഖങ്ങൾ പൊട്ടിമാറട്ടെ. ദൈവകൃപയിലേക്ക്, ദൈവ സാന്നിധ്യത്തിലേക്ക് ജനത്തെ കൂട്ടിവരുന്ന അവനിതിനെ തീർക്കുമ്പോൾ വിശ്വാസത്തോടെ ശക്തിയോടെ അവൻ എല്ലാ നാവുകളിലും സ്തുതി ഉയരട്ടെ.
പുതിയ ബലം, ഒരു പുതിയ ശക്തി ഈ രാത്രിയിൽ അവൻ നമ്മുടെ മേൽ പകരുന്നു. ഈ രാത്രിയിൽ അവൻ നമ്മുടെ മേൽ പകരുന്നു. നാളുകളായി നിന്നെ തളർത്തിയ വിഷയങ്ങളുടെ മേൽ പുത്തൻ ഉണർവോടെ ദൈവശക്തിയിൽ അതിനെ തകർത്തുകൊണ്ട് പുതുബലത്തോടെ നാം ചലിക്കാൻ പോകുന്നു. ആത്മാവിൽ ചുവട് വയ്ക്കാൻ, ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാൻ, സന്തോഷത്തോടെ വിളിച്ചു പറയാം, ഞാനൊരു തോറ്റവനല്ല, ഞാൻ ജയിച്ചവനത്രേ. യേശുവിൽ ജീവിക്കുന്നതിനാ ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു, മരണത്തെ ജയിച്ചിരിക്കുന്നു, പാപത്തെ ജയിച്ചിരിക്കുന്നു. ഒരു പുതു ശക്തി അവൻ എന്നിൽ പകരവേ. ശോഭയേറും സ്വർപ്പൂരിൻ തീരമാതിൽ ചേർന്നിടുന്നു. ശോഭയേറും സ്വർപ്പൂരിൻ തീരമാതിൽ ചേർന്നിടുന്നു. ശോഭിതപുരത്തിൻ വാതിൽ എൻ മുൻപിൽ ഞാൻ കണ്ടിടുന്നു. ശോഭിതപുരത്തിൻ വാതിൽ എൻ മുൻപിൽ ഞാൻ കണ്ടിടുന്നു. അക്കരങ്ങളെ ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തുക. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക്. ആ യേശുവിനെ നോക്കിക്കൊണ്ട് പറയുമ്പോ, വാ, ഞാൻ അങ്ങയിലേക്ക് എൻ്റെ കണ്ണുകൾ ഉയർത്തുകയാണ്, ഞാൻ അങ്ങയിലേക്ക് എൻ്റെ കണ്ണുകൾ ഉയർത്തുകയാണ്. ഓ, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. എൻ്റെ സർവശക്തനായ ദൈവത്തിങ്കിൽ നിന്ന് വരുന്നു. ഞാൻ മനുഷ്യരെയല്ല ആശ്രയിക്കുന്നത്, ഞാൻ എൻ്റെ സൃഷ്ടാവായ ദൈവത്തെയാണ് ആശ്രയിക്കുന്നത്. ഉറപ്പുള്ളവരൊക്കെ ആ കരങ്ങളെ ഉയർത്തി യേശുവിനെ നോക്കിക്കൊണ്ട് പറയുമ്പോൾ, ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. ഉറപ്പോടെ പറഞ്ഞേ, ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. യഹോവയൻ പാലകൻ താൻ, ഇല്ലെനിക്കു ഖേദം. യഹോവയൻ പാലകൻ താൻ, ഇല്ലെനിക്കു ഖേദം. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. നാം ചേർന്ന് പാടുന്ന വരികൾ, നന്ദി യേശുവേ, അപ്പാ, നന്ദി യേശുവേ, എല്ലാ നന്മകൾക്കുമായി നന്ദി യേശുവേ, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ആ
ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു ഉറപ്പുള്ളവർ ആ കരങ്ങളെ ഒന്ന് തട്ടി ദൈവത്തെ സ്തുതിച്ചാകട്ടെ. എല്ലാ കരങ്ങളെയും തട്ടി ശക്തിയോടെ ശക്തിയോടെ ശക്തിയോടെ. ചില സമയങ്ങൾ ആത്മാവിൽ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച് ഈ ദേശത്തിന്റെ മേൽ തന്റെ വചനത്തിന്റെ മാരി പെയ്തിറങ്ങേണ്ടതിന് നാം ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് സ്വർഗം തുറന്ന് കോവളം പട്ടണത്തെ അനുഗ്രഹിക്കണമെന്ന് കൊതിയുള്ളവരൊക്കെ ഇവിടുത്തെ മ്ലേച്ഛതകൾ മാറണമെന്ന്, ഇവിടുത്തെ എല്ലാ അശുദ്ധിയും മാറണമെന്ന്, ഈ ദേശം വിശുദ്ധീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ശക്തിയോടെ ശക്തിയോടെ ആത്മാവിൽ 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 പിതാവേ, തിരുസന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. കർത്താവേ, ഒരു മനസ്സോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളോട് ഇടപെടണമേ. അങ്ങയുടെ ആത്മസാന്നിധ്യം ഞങ്ങളെ തൊടണമേ. അങ്ങയുടെ വചനം ഞങ്ങളെ പണിതെടുക്കണമേ. ഈ രാത്രിയിൽ വന്നതുപോലെയല്ല, പുതിയത് പ്രാപിച്ച് മടങ്ങേണ്ടതിന് പുതുശക്തിയാൽ പുതുബലത്താൽ കർത്താവെ നീ ഞങ്ങളെ ഈ രാത്രിയിൽ നിറയ്ക്കണമെന്ന് ആഗ്രഹത്തോടെ ഞങ്ങൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഈ ജനത്തെ, ഈ ദേശത്തെ ഞങ്ങൾ ഒരുമിച്ച് ക്രിസ്തുയേശുവിൻ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മുഴുവൻ മഹത്വവും പിതാവെ ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ അക്കരങ്ങളെ ഉയർത്തി നല്ലൊരു ആമേൻ പറഞ്ഞാണ്.